ഇത് വട്ടയപ്പോ ആണോ അതോ കോട്ടൺ കേക്കോ? ഒരു സംശയം തോന്നിയില്ലേ? ഒരു സംശയം വേണ്ട, ഇത് വട്ടയപ്പം തന്നെയാണ് കേട്ടോ. ഈ വിദ്യ ഞാൻ പഠിച്ചെടുത്തപ്പോഴേക്കും കുറച്ച് താമസിച്ചു. ഇങ്ങനെ ഉണ്ടാക്കിയാൽ വട്ടയപ്പം ഒരിക്കൽ പോലും ഫെയിലാകില്ല. ഇത് ഇത്ര സോഫ്റ്റ് ആകുന്നതിൻ്റെ ടിപ്സൊക്കെ ഈ വീഡിയോയിലുടനീളം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നമുക്ക് വീഡിയോയിൽ കണ്ടാലോ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1.5 കപ്പ് അരിയാണ്. ഇത് നല്ലതുപോലെ വാഷ് ചെയ്ത് പിന്നെ കുതിരാനായിട്ട് വെക്കണം. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും കുതിരുന്നതാണ് നല്ലത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് വേണം. ഈ കോക്കനട്ട് ഞാൻ എടുത്തേക്കുന്നത് 1.5 മുറിയുടെ തേങ്ങയുടെയാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു തേങ്ങയുടെ വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഷുഗറാണ്. ഞാനിവിടെ 3/4 കപ്പ് ഷുഗർ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഇതിന് പകരം ശർക്കര ഉപയോഗിക്കാം വേണമെങ്കിൽ. അത് നമുക്ക് പിന്നെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ അരിച്ചൊക്കെ എടുക്കണം. പിന്നെ ഞാനിവിടെ ഇച്ചിരി ഉപ്പിടുന്നുണ്ട്. അതൊന്ന് ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 3/4 ടീസ്പൂണിൻ്റെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് മുഴുവനും കൂടെ നമുക്ക് ഒരു ബൗളിൽ മിക്സി ജാറിലിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ആദ്യം ഞാൻ അരിയാണ് നമുക്ക് ഇടേണ്ടത്. അരി നല്ല അതിൻ്റെ കൂടെ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. അരിയുടെ കൂടെ ഞാൻ ഗ്രേറ്റഡ് കോക്കനട്ടും കൂടെ ഇടുന്നുണ്ട്. ഇത് രണ്ടും ഞാൻ ആ തേങ്ങാവെള്ളം കൂടി ആഡ് ചെയ്ത്, നമുക്ക് വെള്ളം വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം. കാരണം ഞാൻ ഒഴിക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഷുഗർ ഇടുമ്പോഴത്തേക്കിന് അതിൻ്റെ വാട്ടർ കൺസിസ്റ്റൻസി കൂടും. ഇത് അരച്ചുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോഴാണ് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇടുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും അതിൻ്റെ കൂടെ ഞാൻ സോൾട്ടും കൂടെ ഇടുന്നുണ്ട്. സോൾട്ടും കൂടെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ഷുഗറും കൂടെ ആഡ് ചെയ്യണം. അത് സോൾട്ടാണ്. ഇനി ഷുഗറും കൂടി ആഡ് ചെയ്യണം. ഷുഗർ ആഡ് ചെയ്യുമ്പോൾ പിന്നെ കൺസിസ്റ്റൻസി കൂടും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഷുഗർ ഇടാം കേട്ടോ. അപ്പം നമുക്കതിനാണ് നമ്മളൊരു പിന്നെ ചെപ്പടി വിധി എന്ന് പറയുന്ന പോലെ സോഫ്റ്റ് ആകാനും പിന്നെ ഈ കൺസിസ്റ്റൻസി കുറയും, വാട്ടർ കൺസിസ്റ്റൻസി കുറയും. നമുക്ക് കപ്പി കാച്ചുന്നൊരു പരിപാടിയുണ്ട്, നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ രണ്ടും കൂടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു വലിയൊരു ബൗളിലേക്ക് ഒഴിക്കണം. ആ ബൗൾ ഇച്ചിരി വലുതായിരിക്കണം. കാരണം ഇത് ഫെർമെൻ്റായി, അതായത് പുളിച്ച് നമ്മൾക്ക് വരുമ്പോഴത്തേക്കിന് അത് പുറത്ത് തൂകാൻ പാടില്ല. അതുകൊണ്ട് വലിയ ബൗൾ തന്നെ എടുക്കണം. അത് ഇച്ചിരി വാട്ടർ കൺസിസ്റ്റൻസി കൂടുതലല്ലേ, കണ്ടറിയാലോ. ഇനി ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കപ്പി കാച്ചണം. അതിൻ്റെ മാവ് തന്നെ ഒരു 3-4 സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇത് സിമ്മിലിട്ട് ഇതൊന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ കുറുക്കിയെടുക്കുമ്പോഴത്തേക്കിന് അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആകും. വട്ടയപ്പം നല്ല സോഫ്റ്റ് ആകാനുള്ള ടെക്നിക്കാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊന്ന് പറയണേ. സാധാരണ ഇങ്ങനെ കപ്പി കാച്ചുവാണ്. ഇതിന് പകരം വേറൊരു പരിപാടി, നമ്മൾ 1.5 കപ്പ് 1 കപ്പ് ചോറിടാറുണ്ട്, കുക്ക്ഡ് റൈസ്, വെന്ത ചോറ്. അതങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്, അതോ ഈ കപ്പി കാച്ചുന്ന പരിപാടിയാണോ എന്നൊന്ന് കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കണേ. അത് ഞാൻ കപ്പി കാച്ചി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ആറിയതിന് ശേഷം, നല്ല ചൂടല്ലേ, ഇത് ആറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ച് സോഫ്റ്റാക്കി ശകലം മാവും കൂടെ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ അരയ്ക്കാം. കാരണം ഇത് കട്ടിയായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓർമ്മ വന്നൊരു സ്റ്റോറി ഉണ്ട്, ഞാനൊന്ന് പറയാം. ഇതിൻ്റെ കൂടെ ഈ മാവും കൂടെ ആഡ് ചെയ്യുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അത് അരച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇതിൻ്റെ പുള്ളിക്കാരി ഞങ്ങൾക്ക് പിന്നെ വട്ടയപ്പവും കോഴിക്കട്ടയൊക്കെ കൊണ്ടു തന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് രണ്ടും ഒരു ദിവസം ഉണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചു. മിക്സ് ചെയ്തോളൂ കേട്ടോ. അന്നേരം പുള്ളിക്കാരി പറഞ്ഞല്ലേ, ഇത് കൊണ്ടത് ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് പണ്ടൊന്നും ബേക്കറിയിലൊന്നും ഇത് കിട്ടില്ലല്ലോ, ഞാൻ കേട്ടിട്ടില്ല കേട്ടോ.
അപ്പം ആക്ച്വലി നല്ല എളുപ്പമാണിത്. നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്കത് കൊടുക്കാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി ഒന്ന് ചൂടാക്കിയൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ അത് അരച്ച് വെച്ചു. ഇത് അടച്ച് വെക്കുക, ഒരു 8 മണിക്കൂർ അതിങ്ങനെ പുളിക്കാനായിട്ട് മാറ്റി വെക്കുക. അത് ആക്റ്റീവ് ഡ്രൈ വേസ്റ്റ് ആണെങ്കിലാണേ, ഇതൊന്ന് ഞാൻ ഇൻസ്റ്റൻറ്റ് വേസ്റ്റാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ മതി. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിനകത്ത് കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് ഗീയിലോ എണ്ണയിലോ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് അല്ല, ഓയിൽ റോസ്റ്റ് ചെയ്ത് എടുക്കണം. അതൊന്ന് ഓയിൽ ചൂടാകുമ്പോൾ ആദ്യം ഇടേണ്ടത് പിന്നെ കാഷ്യൂനട്ടല്ല, റൈസിൻസാണ്. ഇതിപ്പം ഒന്നിച്ചിടുവാണെങ്കിലാണേ, ഇല്ലെങ്കിൽ കാഷ്യൂനട്ട് മാത്രമായിട്ട് എടുക്കാം. ഞാൻ ആദ്യം ഇതാണ് ഇട്ടത്, റൈസിൻസാണ്. നല്ല ഗോൾഡൻ ബ്രൗണായി പ്ലംപ് ചെയ്ത് വരുന്നത് വരെ ഒന്ന് എടുത്തിട്ട് അത് പേപ്പർ ടവലിലോട്ട് മാറ്റുക. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് പിന്നെ കാഷ്യൂനട്ട് ഇടുക. ഇതും ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് പേപ്പർ ടവലിലോട്ട് മാറ്റുക. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ടേപ്പറിൻ്റെ മേളിൽ വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പേപ്പർ ടവലിലോട്ട് മാറ്റിയിട്ട് നമുക്ക് പിന്നെ അത് കുക്ക് ചെയ്യാനുണ്ട്. അരച്ചെടുത്ത മാവുണ്ടല്ലോ, അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അത് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് നിങ്ങൾക്കൊന്നിയിൽ കേക്ക് ടിന്നെടുക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഞാനൊരു പ്ലേറ്റാണ് എടുത്തത്, സ്റ്റീൽ പ്ലേറ്റ്. ഇതൊന്ന് ഓയിൽ കൊണ്ട് ബ്രഷ് ചെയ്യണം, ഇല്ലെങ്കിൽ അതൊന്ന് വട്ടയപ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മാവൊന്ന് നോക്കിയാലോ. നമുക്ക് പൊളിക്കാൻ വെച്ചില്ലേ മാവ്, ദേ കണ്ടോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബബിൾസൊക്കെ വരുന്നത് കാണാനായിട്ട്. ഇതിങ്ങനെ താന്ന് പോകും. ഇപ്പം അതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞാനൊരു ആഡ് ചെയ്യുന്നത് പിന്നെ ഏലക്കായുടെ എസൻസാണ്. കാർഡമം പൗഡർ ഇടാം നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ ഇത് എസൻസ്. നിങ്ങൾ പൗഡറാണ് ഇടുന്നതെങ്കിൽ അത് മിക്സിയുടെ കൂടെ അത് അരച്ചാൽ മതി. അതിൻ്റെ തോല് കളഞ്ഞിട്ട് അതിനകത്തുള്ള സീഡ്സ് ഉണ്ടല്ലോ. ഇത് ഞാൻ എസൻസ് ആഡ് ചെയ്തത് ഒരു 4-5 ഡ്രോപ്സ് മതി എസൻസ്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. ഇത് നല്ലപോലെ എന്നിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കതൊന്ന് കുക്ക് ചെയ്യണം. ഞാൻ ഇഡ്ഡലി പാത്രമാണ് എടുത്തത്. അതിനകത്ത് ഈ ടിന്ന് നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്കിതൊന്ന് ഒഴിക്കണം. അതിൻ്റെ ആ പ്ലേറ്റിൻ്റെ പകുതിക്ക് മതി കേട്ടോ. കാരണം ഇത് പൊങ്ങി വരുമല്ലോ, അപ്പം പുറത്ത് തൂകാതിരിക്കാനാണ്. ഒരു പകുതിയോളം മതി, കൂടെ ഒഴിക്കണം. ശകലം കൂടെ. അത് കഴിഞ്ഞിട്ട് ഞാനത് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. കാഷ്യൂനട്ടും നമ്മൾ പിന്നെ റോസ്റ്റ് ചെയ്തില്ലേ, ആ കാഷ്യൂനട്ടും റൈസിൻസും കൊണ്ട് നമുക്കൊന്ന് ഇത് ഡെക്കറേറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതില്ലാതെ ചിലർ ടൂട്ടി ഫ്രൂട്ടി ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തുവാന്ന് വെച്ചാൽ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് ഇത് കാണുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഏത് രാജ്യമോ ഇല്ലെങ്കിൽ ഏത് കേരളത്തിലാണെങ്കിൽ ഇവിടെ ഏത് ജില്ലയാണ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇത് കുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 10-12 മിനിറ്റ് ഇല്ലെങ്കിൽ 15 മിനിറ്റ് ടൂത്ത് പിക്ക് ഇട്ട് നോക്കിയാൽ മതി, നമുക്കറിയാൻ പറ്റും കുക്ക് ചെയ്തു. നല്ല സോഫ്റ്റായ വട്ടയപ്പം ഇത് റെഡി. ഇനി കട്ട് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.